ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സിനഡാനന്തര സർക്കുലർ എന്തേ വരാത്തേ താമസം എന്തേ വരുവാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ വന്നു. അതല്ലേ, നല്ല ചില കാര്യങ്ങൾ ആദ്യം പറയട്ടെ. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്. ഇന്നലെ ഇറങ്ങിയ സർക്കുലറിലെ ഒരു ഭാഗം. സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരത്വ സഭയാണെന്നും പുരാതനമായ അതിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടതെന്നും ഉള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. എറണാകുളം അങ്കമാലിയിലെ വിമതരും മുന്നേറ്റക്കാരൊക്കെ അറിയട്ടെ, സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരത്വ സഭയാണെന്നും പുരാതനമായ അതിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടതും എന്നുമുള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. പൗരത്വ സഭകളുടെ ജൂബിലി വത്സരത്തിൽ ലയോ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: പൗരത്വ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങളുടെ ആരാധനാക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലയളവിൻ്റെ ആവശ്യമാണ്. ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കണം. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ദേവാലയ തിരശീല, ദേവാലയ വിരി അത് വേണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു രൂപതകളിലും വേണം, എറണാകുളത്തും വേണം. അത് ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കണമെന്ന് ലയോ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. ആ ദിവ്യ രഹസ്യാത്മകതയുടെ ഏറ്റവും വലിയ പ്രകാശനമാണ് ഈ ദേവാലയ വിരി. അതിനൊരുപാട് അർത്ഥമുണ്ട്. ഞാൻ പല പ്രാവശ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ വെളിച്ചത്തിൽ. പൗരസ്ത്യ ആരാധനാക്രമങ്ങൾ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം. പ്രായോഗികതയുടെയോ സൗകര്യത്തിൻ്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സഭയുടെ പൗരത്വ തനിമയും ആരാധനാക്രമത്തിൻ്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നാം തയ്യാറാകുമ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും. ഈ എൻ്റെ വീഡിയോസിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ സിനഡ് പിതാക്കന്മാരുടെ ഈ സർക്കുലറിലെ ഈ ഭാഗത്ത് ഞാൻ കാണുന്നത്. പൗരത്വ സഭകളുടെ പൈതൃകം, സ്വത്വബോധം, പുരാതനമായ അതിൻ്റെ പൈതൃകം, അതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലിറ്റർജിയുടെ മഹത്വമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതേസമയം ഈ ലിറ്റർജിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. അത് ഈ പ്രബോധനത്തിൻ്റെ ഭാഗമാണ്. പൗരസ്ത്യ സഭകളുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ലിറ്റർജിക്കെതിരെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എതിർക്കാനായിട്ട് അതിശക്തമായി ഞാൻ ഇടപെടുന്നു. പൗരസ്ത്യ ലിറ്റർജിയെക്കുറിച്ചുള്ള എൻ്റെ പ്രബോധന പരമ്പര തുടരണമെന്നും ലിറ്റർജിക്ക് തുരങ്കം വയ്ക്കുന്നവർക്കെതിരെയുള്ള ആശയ പോരാട്ടം തുടരണമെന്നും സിനഡ് പിതാക്കന്മാർ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് ഏറെ പ്രോത്സാഹനം നൽകുന്നതാണ്. എല്ലാ മെത്രാന്മാരോടും, മേജർ ആർച്ച് ബിഷപ്പിനോടും, വികാരി മെത്രാപ്പോലിത്തയോടും, അദ്ദേഹം സിനഡിൻ്റെ സെക്രട്ടറിയാണല്ലോ, എല്ലാ മെത്രാന്മാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രായോഗികതയുടെയോ സൗകര്യത്തിൻ്റെയോ പേരിൽ പൗരസ്ത്യ ആരാധനാക്രമങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനാക്രമത്തിൻ്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നിങ്ങളും തയ്യാറാകണം. അപ്പോഴാണ് ഐക്യശ്രമങ്ങൾ ഫലവത്താകുക. കുറേ പേര് പഠിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസിന് താഴെ വരുന്നവർ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ വീഡിയോസിലൂടെയാണ് എന്താണ് ലിറ്റർജി, എന്താണ് സഭ, എന്താണ് ദൈവജനം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന്. ആഴമേറിയ പ്രബോധനമാണ്. മെത്രാന്മാർ ഒരുപാട് പേര് കാണുന്നുണ്ടെന്നും എനിക്കറിയാം. അത് നല്ല ശ്രമമാണ്, ഐക്യശ്രമങ്ങളാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ പൗരത്വ സഭകളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ആ പ്രസ്താവനയിൽ എന്നെപ്പോലുള്ള, ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഈ ശ്രമങ്ങളുമായിട്ട് രംഗത്തുണ്ട്. അവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ സിനഡിൽ സർക്കുലർ എഴുതിയത് ഒത്തിരി നന്നായി. അതിന് നന്ദി അറിയിക്കുകയാണ്. രണ്ടാമതൊരു നല്ല കാര്യം കൂടി പറയട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനും ആചാരപാലന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സാധിച്ചപ്പോഴും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായിട്ടായിരുന്നു സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹ സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കാൻ സഭ ആഗ്രഹിച്ചത്. എന്നിട്ട് ഒരു വാചകം കൂടി കഴിഞ്ഞിട്ട് പറയാണ്: പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി
സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ഇത് എഴുതിയതും നന്നായി. ഇതൊക്കെ മുമ്പത്തെ സർക്കുലറും ഉള്ളത് തന്നെ വേഡിങ് അല്പം മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും അതിവിടെ എഴുതിയത് വീണ്ടും നന്നായി. അപ്പോൾ ഇത് സർക്കുലറിൻ്റെ നല്ല വശങ്ങൾ. മറ്റു നല്ല ചില വശങ്ങളൊക്കെ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പുള്ള അതിരൂപതകൾ, മെത്രാപ്പൊലീത്തമാർ, അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇനി ഈ സർക്കുലറിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിരൂപണം അല്ലെങ്കിൽ വിമർശനാത്മക പഠനം എന്ന് പറഞ്ഞാൽ രണ്ട് വശം പറയണമല്ലോ. അതിനു മുമ്പ് ആ നിരൂപണത്തിന് മുമ്പ് ഇന്നലെ ഉണ്ടായ ഒരു രസകരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ചില ആളുകളോട് ചോദിച്ചു, നിങ്ങൾ വായിച്ചോ ഈ സർക്കുലർ വായിച്ചോ? സിനഡാനന്തര സർക്കുലർ, ഈ മെത്രാൻ സിനഡിലുണ്ടായ ചർച്ചകളുടെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കുമല്ലോ അത്, താനത് വായിച്ചോ എന്ന് ഞാൻ പലരോടും ചോദിച്ചു. ഒരാൾ എന്നോട് പറഞ്ഞത്, അയ്യേ അത് തുറക്കാനേ തോന്നുന്നില്ല, അയ്യേ അത് തുറക്കാനേ തോന്നുന്നില്ല, അറപ്പാണ് എനിക്ക്, അറപ്പ്. നേരും നെറിവുമില്ലാത്ത രേഖകളാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്, ഇതും അങ്ങനെയാകാനേ തരമുള്ളൂ. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അയാളത് വായിച്ചത്. നിർബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു, വായിക്കുക, അറപ്പാണെങ്കിലും വായിക്കുക, എന്നിട്ട് നിങ്ങളുടേതായ നിരീക്ഷണം പറയൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ അത് വായിച്ചു. വേറൊരാളോട് ഞാൻ ചോദിച്ചു, ഈ സർക്കുലർ വായിച്ചോ? അയാൾ എടുത്ത വഴിക്ക് ഒരു തെറിയാണ് പറഞ്ഞത്. ഞാൻ ആ തെറി ഇവിടെ ആവർത്തിക്കുന്നില്ല, കാരണം സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഒരു തെറിയാണ് പറഞ്ഞത്. ആ തെറി, അദ്ദേഹം പറഞ്ഞ തെറി ഇവിടെ ഞാൻ പറയുന്നില്ല. സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. അതൊരു സൈറ്റേഷനാണ്, വേണം, ഞാൻ പറഞ്ഞതല്ല, എനിക്ക് വേണമെങ്കിൽ പറയാം, എങ്കിലും ഞാൻ പറയുന്നില്ല. പച്ച തെറി പറയുകയാണ് ചെയ്തത്. അതുവരെ അഭിമന്യ പിതാവേ, പരമാനന്ദ പിതാവേ എന്നൊക്കെ വിളിച്ചിരുന്ന ആളുകളാണ് ഈ പച്ച തെറി വിളിക്കുന്നത്. ആരെ? പിതാക്കന്മാരെ, മെത്രാന്മാരെ. എന്ന് വെച്ചാൽ മെത്രാന്മാരുടെ നിലവാരം വളരെ താഴെ പോയിരിക്കുന്നു, വളരെ താഴെ പോയിരിക്കുന്നു. എല്ലാ സഭകളിലും മെത്രാന്മാർ അച്ഛന്മാരെയും അൽമായരെയുമാണ് ഉപദേശിക്കുക. സീറോ മലബാർ സഭയിൽ അൽമായർ മെത്രാന്മാരെ ഉപദേശിക്കുകയാണ്, വൈദികർ മെത്രാന്മാരെ ഉപദേശിക്കുകയാണ്. എന്താ കാര്യം? അവർ സത്യവിശ്വാസത്തിൽ നിന്നും സഭയുടെ യഥാർത്ഥ പൈതൃകത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നുവെന്ന്, വീണു പോയിരിക്കുന്നുവെന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികളും വിചാരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഈ സർക്കുലറിൻ്റെ ചില പ്രശ്നങ്ങളിലേക്ക് കടക്കാം. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ് എന്ന വാക്യത്തിന് ശേഷം ഒരു വാക്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് 2025 ജൂൺ 26 അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ ഈ തീരുമാനത്തിൻ്റെ തുടർച്ചയായത്. 2025 ജൂൺ 26 നൽകിയ അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ ഈ തീരുമാനത്തിൻ്റെ തുടർച്ച ആണോ? പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ നടത്താൻ വേണ്ടിയാണോ 2025 ജൂൺ 26 സമവായ മാർഗരേഖ ഉണ്ടാക്കിയത്? ആയിരുന്നെങ്കിൽ, പരിശുദ്ധ പിതാവിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാനയെങ്കിലും സഭയുടെ കുർബാന വേണമെന്ന് തീരുമാനമെടുക്കുമായിരുന്നില്ലേ? അതിന് സമയപരിധിയും വെക്കുമായിരുന്നില്ലേ? രൂപതയ്ക്ക് മൊത്തത്തിൽ ഒഴിവുകഴിവ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സമവായ മാർഗരേഖ തയ്യാറാക്കാൻ ഒരു മെത്രാൻ അധികാരമുണ്ടോ? അങ്ങനെ ചെയ്ത കരിയിൽ പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് നാം സാക്ഷികളല്ലേ? ഏതാനും പള്ളികളിൽ ഉച്ചയുറക്ക കുർബാന ചൊല്ലുന്നതും മറ്റനേകം പള്ളികളിൽ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നതുമാണോ പരിശുദ്ധ പിതാവിൻ്റെ തീരുമാനം നടപ്പാക്കാനുള്ള മാർഗം? ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നു, ഇപ്പോഴുള്ള അസമയത്ത കുർബാന പോലും, അസമയത്തുള്ള ഏകീകൃത കുർബാന പോലും ഘട്ടം ഘട്ടമായി നിർത്തലാക്കും. നിങ്ങൾ ഘട്ടം ഘട്ടമായി വന്നു ചേരുമ്പോഴേക്കും, നിങ്ങളുടെ ഘട്ടം ഘട്ടമായി വന്നു ചേരുമ്പോഴേക്കും സത്യവിശ്വാസികൾ പള്ളിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി വിട്ടുപോയിട്ടുണ്ടാകും. സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടിയെടുത്ത് വെറുതെ കുഴമ്പിട്ട് സുഖപ്പെടുത്താൻ നോക്കുന്ന മുറി വൈദ്യന്മാരായി മാറുകയാണ് സിനഡ് പിതാക്കന്മാർ. എന്നാലും അതിലൊരു വാചകം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട ഈ സർക്കുലർ 2025 ജൂൺ 26
അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ. അങ്ങനെ എഴുതിയത് നന്നായി. ഇരിങ്ങാലക്കുടയിൽ പകുതിയോളം പേര് ഈ ഉച്ചയുറക്കം കഴിഞ്ഞിട്ട് കുളിക്കാതെയുള്ള പല്ല് തേക്കാണ്ടുള്ള കുർബാനയുണ്ടല്ലോ, അവിടെയും വേണം, ഇരിങ്ങാലക്കുടയും വേണമെന്ന് നിവേദനം കൊടുത്തിട്ടുണ്ട്. അവിടെ വെള്ളം കിട്ടാൻ ഇച്ചിരി പാടാണ്, ചിലയിടത്തൊക്കെ ഉപ്പുവെള്ളമാണ്. അപ്പോൾ കുളിക്കാനും പല്ല് തേക്കാനും പ്രയാസമാണ്. ഉച്ചയുറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമോ പല്ല് തേക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ ഒരു കുർബാന അങ്ങ് ചൊല്ലിക്കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുക. അങ്ങനെ ഞങ്ങൾക്കും അവകാശം വേണം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കണം ഈ 2025 ജൂൺ 26 അതിരൂപതയ്ക്ക്, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള രൂപതക്കാർ ഈ ഉച്ചയുറക്ക കുർബാന കണ്ട് കൊതിക്കേണ്ട, അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സർക്കുലർ മറ്റൊരു വാചകം, കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പരകോടിയുമാണ്. രണ്ടാം വത്തിക്കാൻ സുഗുണദോസും കത്തോലിക്ക സഭയുടെ മതബോധനവും രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കുകയാണ്. അത് നന്നായി, വളരെ നന്നായി. പക്ഷേ ഇത് എഴുതിയ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന് ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നില്ല. ഇത് എഴുതിയ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന് ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു പറ്റിക്കൽ എന്നാണ് അവരുടെ പക്ഷം. പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ഒരു പരിപാടി. ഈ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പരകോടിയുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതിനെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ, അത് കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കുമായിരുന്നേ? ഈ സർക്കുലർ നിങ്ങൾ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നു. ആർക്ക് വേദന? എത്രമാർക്കോ? വേദനയുണ്ടായെങ്കിൽ വേദന മാറാനുള്ള മരുന്നും ഉണ്ടായിരുന്നല്ലോ. ആ മരുന്നെടുത്തോ? ഇല്ലല്ലോ. വേദനിച്ചത് കർത്താവിനും കർത്താവിൻ്റെ ആളുകൾക്കുമാണ്. ഈ സർക്കുലർ എഴുതിയവർക്കാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല. അവർക്ക് ശരിക്കും വേദനിച്ചെങ്കിൽ അവർ ശക്തമായ നടപടികൾ എടുത്തേനെ, വിശ്വാസികളുടെ മാനം കാത്തേനെ, കർത്താവിനെ നിന്ദിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. വീണ്ടും സർക്കുലറിന്റെ വചനം, അത് അനേകർക്ക് ഉതപ്പിന് കാരണമായി. ഏത്? പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന സംഗതി. ഇതിന് മാനുഷികമായി പരിഹാരങ്ങൾ അപര്യാപ്തമാണ്. എന്ത് മാനുഷികമായി പരിഹാരങ്ങളാണ് നിങ്ങൾ ഇതുവരെ എടുത്തത്? പര്യാപ്തമാണോ അപര്യാപ്തമാണോ എന്ന് അറിയാൻ എന്ത് മാനുഷിക നടപടികളാണ്, പരിഹാരക്രിയകളാണ് നിങ്ങൾ എടുത്തത്? ഏതെങ്കിലും ഒരു നടപടി ചൂണ്ടിക്കാണിക്കാമോ? ഏതെങ്കിലും ഒരു നടപടി, എന്തെങ്കിലും ഒരു മാനുഷിക നടപടി എടുത്താലല്ലേ പര്യാപ്തമാണോ അപര്യാപ്തമാണോ എന്നൊക്കെ അറിയാൻ പറ്റൂ. ഈ ഉതപ്പ് ഇപ്പോഴും തുടരുകയല്ലേ? ഇല്ലിസിറ്റ് കുർബാന തുടരുകയല്ലേ? നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ ഈ 2025 ജൂണിലെ സർക്കുലറിലെ സമവായ മാർഗരേഖ ഇറക്കുമായിരുന്നോ? ആ സമവായ മാർഗരേഖ ഇറക്കിയിട്ട് അതിനെതിരെ 3 മണിക്കോ 3:30 മാത്രം ഏകീകൃത കുർബാന മതിയെന്ന് മുന്നേറ്റക്കാരൻ പറഞ്ഞപ്പോൾ എന്തേ നിങ്ങളത് തിരുത്തിയില്ല? അങ്ങനെയല്ല, ഞാൻ എഴുതിയതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് എന്തുകൊണ്ട് തിരുത്തിയില്ല? അപ്പോൾ ഉതപ്പിന് കാരണം കൊടുക്കുന്നത് ഈ ആഭിചാര കുർബാനയും കുർബാന നിന്ദിച്ചവർ മാത്രമല്ല, അതിനോട് സമരസപ്പെട്ടു പോകുന്ന സഭാ നേതൃത്വവുമാണ്. നിങ്ങൾക്കെതിരെയാണ് എഴുതിയിരിക്കുന്നത്. കുർബാന ക്രൈസ്തവ ജീവിതത്തിന് ഉറവിടവും പരകോടിയുമാണ് നിങ്ങൾ എഴുതിയിട്ട് ആ എഴുത്തിന് ചേരുന്ന തരത്തിലല്ല നിങ്ങളുടെ പ്രവൃത്തികൾ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചാൽ എടുക്കേണ്ട നടപടികൾ അക്കമിട്ട് കാനൻ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? മാനുഷികമായി എടുക്കേണ്ട നടപടികൾ എന്തേ ആ മാനുഷിക നടപടികൾ നിങ്ങൾ എടുക്കാതിരുന്നത്? കാനൻ നിയമത്തിൽ അക്കമിട്ട് എഴുതിയിട്ടില്ലേ പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന്? നിങ്ങൾ ഇനി കാനൻ നിയമം വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് റദ്ദാക്കൂ. ചില നേരത്ത് നിങ്ങൾ കാനൻ നിയമം ഉപയോഗിച്ച് ആളുകളെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ. എന്തേ കൂടുതൽ ഗൗരവമായി കുറ്റകൃത്യം ചെയ്തവരുടെ കാര്യത്തിൽ അത് ഗവനിക്കാതിരിക്കുന്നത്? അത് ശരിയാണോ? ഏകീകൃത കുർബാന ചൊല്ലിയ പള്ളികളെയും അച്ഛന്മാരെയും അഭിനന്ദിച്ചിട്ടുണ്ട് ഈ സർക്കുലറിൽ. ഉച്ചയുറക്കത്തിന് ശേഷം ഉറക്കച്ചടവോടെ കുളിക്കാതെ വന്ന് ചൊല്ലുന്ന കുർബാന, ഏകീകൃത കുർബാന, അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പോട്ടെ.
പകുതിയോളം പള്ളികളിൽ ഈ ഉച്ചയുറക്ക കുർബാന പോലും ചൊല്ലിയിട്ടില്ല. ഉച്ചയുറക്ക കുർബാന പോലും ചൊല്ലിയിട്ടില്ല. അതേക്കുറിച്ച് ഒരു അക്ഷരം എഴുതിയിട്ടുണ്ടോ? ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനും വികാരി മെത്രാപ്പൊലീത്തയ്ക്കും ഉണ്ട് എന്നൊരു വാചകമല്ലാതെ എന്തെങ്കിലും കാര്യം ഈ പകുതിയോളം പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ചൊല്ലാത്ത സ്ഥലത്ത് ചൊല്ലണമെന്ന് എഴുതിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് ചൊല്ലുന്ന കുർബാന അത് ഷെഡ്യൂൾ സമയത്ത് ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ മേജർ ആർച്ച് ബിഷപ്പ് പറയും, വികാരി മെത്രാപ്പൊലീത്ത പറയുമെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എത്ര കൊല്ലമെടുക്കും ഈ ഘട്ടം ഘട്ടമായി വരാൻ? വിശ്വാസികളുടെ ഉതപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? വിശ്വാസികൾ ഉതപ്പുണ്ട്. ആ ഉതപ്പ് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ പ്രശ്നമുണ്ടാകില്ലേ? അപ്പം നിങ്ങൾ ഘട്ടം ഘട്ടമായി 10-15 കൊല്ലം എടുത്തിട്ട് ഇത് നടപ്പാക്കാൻ തയ്യാറായാൽ ഈ ഉതപ്പ് മൂലം അനേകർ വീണു പോകില്ലേ? വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും വീണു പോകില്ലേ? നിങ്ങൾ തന്നെ പറയുന്നു 50,000 പേര് പോയി, 40,000 പേര് പോയി. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലേ കൂടുതലും പോയത്? നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലേ കൂടുതൽ പേര് പോയത്? ഈ ഘട്ടം ഘട്ടമായി എന്നുള്ള സംഗതി വന്നപ്പോൾ നിങ്ങളിൽ മെത്രാന്മാരിൽ ഒരാൾ പറഞ്ഞത് ഇനിയൊരു 10-15 കൊല്ലം ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, മെത്രാന്മാരിൽ ഒരാൾ പറഞ്ഞതാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്ന ഈ വഴുവഴപ്പൻ രീതി ഉണ്ടല്ലോ, ഒഴുക്കൻ മട്ടിലുള്ള രീതി, വേണമെങ്കിൽ ഒരു ഉച്ചയുറക്ക കുർബാന ചൊല്ലാം, അത് ഏകീകൃത വേണമെങ്കിൽ ചൊല്ലാം, ഒരു കടത്ത് കഴിക്കുന്ന പോലെ ചൊല്ലാം. അങ്ങനെ ഇപ്പോൾ നടക്കുന്ന ഒരു തരം രീതി ഉണ്ടല്ലോ, ആർക്കും ചേരാത്ത ഒരു രീതി, കത്തോലിക്കർക്കോ ക്രിസ്ത്യാനികൾക്കോ ചേരാത്ത ഒരു രീതി, കർത്താവിനോ സഭയ്ക്കോ ചേരാത്ത ഒരു രീതിയുണ്ട് എറണാകുളത്ത്. അതൊരു 10-15 കൊല്ലം അങ്ങ് പോകും. 99 നിങ്ങൾ തീരുമാനിച്ചിട്ട് 2021 വരെ നടപ്പാക്കാതെ പോയതുപോലെ ഇനി 10-15 കൊല്ലം ഇതുപോലെ അങ്ങ് പോകും. അങ്ങനെ 10-15 കൊല്ലം കഴിയുമ്പോൾ ഒരു സിനഡിൽ പിന്നെയും തീരുമാനിക്കും എറണാകുളത്ത് നടപ്പാക്കണം. അപ്പോൾ വിമതരും മുന്നേറ്റക്കാരും കോലവും കുപ്പിയും പെപ്പർ സ്പ്രേയുമായിട്ട് ചില വൃത്തികെട്ട പെണ്ണുങ്ങളുമായിട്ട് തെരുവിലിറങ്ങും. വീണ്ടും ഉതപ്പും ഇടർച്ചയും തുടരും. ഇതൊരു തുടർക്കഥയാകും. അതാണ് അവർക്ക് വേണ്ടതും. പിന്നെ നിങ്ങൾ എഴുതിയിരിക്കുകയാണ്, സിനഡിൽ സർക്കുലറിൽ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധ റൂഹായെ ശ്രമിച്ച് സഭയ്ക്ക് വിധേയപ്പെടുകയാണത്രേ ഐക്യത്തിലേക്കുള്ള വഴി. ഇത് എഴുതിയവർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സഭയിൽ പണ്ടേക്ക് പണ്ടേ ഐക്യത ഉണ്ടാകുമായിരുന്നില്ലേ? പരിശുദ്ധ റൂഹായെ ശ്രമിക്കുകയോ സഭാതലവനായ മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ടല്ലേ ഐക്യമുണ്ടാകാത്തത്? അതിൻ്റെ ദുരന്തമല്ലേ നമ്മൾ അനുഭവിക്കുന്നത്? പരിശുദ്ധ റൂഹായെ ശ്രമിച്ചാൽ പ്രശ്നമുണ്ടാകും, മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ടാൽ പ്രശ്നമുണ്ടാകും. എന്താണ് പ്രശ്നം? പരിശുദ്ധ റൂഹായ്ക്ക് വിധേയപ്പെട്ടാൽ നമ്മുടെ തോന്നിയാസം നടക്കില്ല, നമ്മുടെ ഈഗോ, നമ്മുടെ സ്വാർത്ഥത അത് നടക്കില്ല. മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ടാൽ വ്യാജ പ്രബോധനങ്ങൾ നൽകാനോ ശീഷ്മയുണ്ടാക്കാനോ കഴിയില്ല. പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത്, അവന് വിധേയപ്പെടാതെ നിൽക്കുന്നത്. പരിശുദ്ധ റൂഹായെ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സർക്കുലറിൽ നിങ്ങൾ ഇങ്ങനെയാണോ രേഖപ്പെടുത്തുക? നിങ്ങൾ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനായി 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച സഭ മുഴുവനിലും 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തണം. പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനായി 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച സഭ മുഴുവനിലും 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന, സീറോ മലബാർ സഭ മുഴുവനിലും. 33 വൈദികർ 18 മണിക്കൂറാണ് ആഭിചാര കുർബാന ചെയ്തത്. 18 മണിക്കൂർ. അതിന് പരിഹാരം എന്താണ്? 1 മണിക്കൂർ ആരാധന. അപ്പോൾ 66 വൈദികർ 36 മണിക്കൂർ ആഭിചാര കുർബാന അർപ്പിച്ചാൽ 2 മണിക്കൂർ ആരാധന. ഗംഭീരമായിട്ടുണ്ട്. എന്തൊരു സന്തുലിതാവസ്ഥ, എന്തൊരു അനുപാതം. 33 വൈദികർ 18 മണിക്കൂർ ആഭിചാര കുർബാന അർപ്പിച്ചതിന് പരിഹാരം 1 മണിക്കൂർ ആരാധന. 66 വൈദികർ 36 മണിക്കൂർ ആഭിചാര കുർബാന അർപ്പിച്ചാൽ 2 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന. ഗംഭീരമായുണ്ട്, വളരെ ഗംഭീരം, നല്ല അനുപാത. എങ്കിലും ആ വൈദികരെല്ലാം കുർബാനയെ അവഹേളിച്ചുവെന്ന് നിങ്ങൾ രേഖയിൽ എഴുതിയല്ലോ, അതിന് മനസ്സുണ്ടായല്ലോ. ചെറിയൊരു പരിഹാരമെങ്കിലും നിർദ്ദേശിക്കാൻ തുനിഞ്ഞല്ലോ. അതിനെല്ലാം സഭയിലെ എല്ലാ വിശ്വാസികളുടെ പേരിൽ നിങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇന്ന്
മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ വചനം ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തി 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ചിലർ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞതിനാൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹ്യുമനയോസും അലക്സാണ്ടറും ഇക്കൂട്ടത്തിലുള്ളവരാകുന്നു. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മുറിപ്പെടുത്താതെ സുഖപ്പെടുത്താനും ബലപ്പെടുത്താനുമാണ് നിങ്ങൾ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല ചെയ്തത്. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാര്യം? ചിലർ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞതിനാൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. എഫേസോസിലെ സഭയിൽ വ്യാജ പ്രബോധനങ്ങൾ നൽകുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹ്യൂമനേസും അലക്സാണ്ടർക്ക് അങ്ങനെയുള്ളവരാണ്. അവരുടെ വ്യാജ പ്രബോധനം അത് വളരെ അപകടകരമാണ്, വളരെ അപകടകരം. അതിനാൽ അവരെ സാത്താന് വിട്ടുകൊടുത്തു. സാത്താന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ സഭയുടെ ലിറ്റർജിയിൽ നിന്നും സഭയിൽ നിന്ന് തന്നെയും പുറത്താക്കി. അതിനെയാണ് സാത്താന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ. സഭയിൽ നിന്നും സഭയുടെ ലിറ്റർജിയിൽ നിന്നും പുറത്താക്കിയാൽ അവരെ സാത്താന് വിട്ടുകൊടുക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ശിക്ഷാ നടപടിയൊന്നുമല്ല, അച്ചടക്കമൊന്നുമല്ല. പക്ഷെ മാനസാന്തരപ്പെട്ടാലേ തിരിച്ചെടുക്കാവൂ. വ്യാജ പ്രബോധനം നടത്തിയവരെ സാത്താന് വിട്ടുകൊടുക്കുകയാണ് പൗലോസ് ചെയ്തത്. ഇവിടെ വ്യാജ പ്രബോധനം മാത്രമല്ല, വ്യാജ പ്രബോധനം ഒരുപാടുണ്ട്, പാഷാണ്ഡം ഒരുപാടുണ്ട്, ശീഷ്മ ഒരുപാടുണ്ട്. അതിനേക്കാളൊക്കെ ഗൗരവമായിട്ട് പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചു. ഇത് സിനഡിന്റെ രേഖയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കുർബാനയെ അവഹേളിച്ചു. അതിന് പരിഹാരമായിട്ട് നമ്മൾ 1 മണിക്കൂർ ആരാധന നടത്തുന്നു, നല്ല കാര്യം. പക്ഷേ അവരെ വാസ്തവത്തിൽ സാത്താന് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? അതല്ലേ പൗലോസ് ചെയ്തത്? മുറിപ്പെടുത്താതെ സുഖപ്പെടുത്താണ് പൗലോസ് ചെയ്തത്. സഭയിൽ നിന്നും സഭയുടെ ലിറ്ററിൽ നിന്നും പുറത്താക്കി മാനസാന്തരപ്പെട്ടാൽ തിരിച്ചെടുക്കുക. ഇതാണ് പൗലോസ് ചെയ്തത്. ഇത് തിരുവചനത്തിലുണ്ട്. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കൂ. 1 തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പൗലോസിനെ പോലെ ഒരു വിശ്വാസവും ചങ്കുറപ്പുമുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പും ഒരു വികാരി മെത്രാപ്പൊലിത്തയും സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.